ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അരിയും ഉഴുന്നും അരയ്ക്കാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ കപ്പിൽ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അതേ കപ്പിൽ തന്നെ ചോറാണ്. അതിപ്പോൾ ഏതരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല, ബസുമതി അരിയുടെയോ മട്ടരിയുടെയോ ഏതായാലും കുഴപ്പമില്ല. സെയിം അളവിൽ തന്നെ 1 കപ്പ് ചോറ് വേണം. അപ്പോൾ ഈ ചോറ് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം ആദ്യം. അപ്പോൾ നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഇത് അരയാൻ വേണ്ടി മാത്രം വെള്ളം. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് വെള്ളമൊന്നും ആകരുത്. ഇത് നമുക്ക് ഇനി ആ റവയ്ക്കകത്തിട്ട് ഒഴിക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് അതേ അളവിൽ തന്നെ നമ്മൾ റവയും ചോറും ഒക്കെ എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് തൈരാണ് വേണ്ടത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനിയിപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഇപ്പം ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു 10-15 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞ് വേണം നമുക്ക് കുറച്ചൊരു 2-3 കാര്യം കൂടെ ഇതിനകത്തോട്ട് ചേർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റവയെല്ലാം കുതിർന്ന് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആണല്ലോ, ഇതല്ല വേണ്ടത്. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം, ഇഡ്ഡലിയുടെ ഒരു പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും അറിയാമല്ലോ ഇഡ്ഡലിയുടെ കൺസിസ്റ്റൻസി. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 2-3 കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് നമുക്ക് കൈകൊണ്ട് നുറുക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒന്നും ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ആണെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ അതും കൂടെ ഒക്കെ ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഇഡ്ഡലിക്ക്. ഇനിയിപ്പോൾ ഇത് മാറ്റി വയ്ക്കുകയൊന്നും വേണ്ട, ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്, ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ വേണമെന്നില്ല, വെളിച്ചെണ്ണയോ ഏത് ഓയിലായാലും കുഴപ്പമില്ല. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഇപ്പോൾ ഇഡ്ഡലിയുടെ ഈ കുഴിയുടെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇഡ്ഡലി പൊങ്ങി വരാനുള്ളതാണ്. അപ്പോൾ ഞാൻ പാത്രത്തിൽ അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിങ്ങനെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം.
അടച്ചു വെച്ചു. 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇഡ്ഡലി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി എല്ലാം റെഡി ആയില്ല. ആദ്യത്തെ ഒരു ട്രിപ്പ് റെഡിയായി. അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കിത് ഇളക്കി എടുത്തിട്ട് വേണം അടുത്ത ട്രിപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിവിടെ നിന്ന് ചൂടാറട്ടെ. അങ്ങനെ ഇഡ്ഡലിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇഡ്ഡലി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ നമ്മളിപ്പോൾ അരി ഉഴുന്നൊന്നും വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ തന്നെ നിമിഷങ്ങൾക്കകം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കാം. 1 കപ്പ് ചോറും 1 കപ്പ് റവയുടെയും ആവശ്യമേ ഉള്ളൂ. ഞാനിനി അടുത്ത കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ. അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ ഇഡ്ഡലി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല സ്പോഞ്ചി ഇഡ്ഡലിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും, ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ. അപ്പം ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത ചോറ് ഞാൻ മട്ടയരിയുടേതായതുകൊണ്ട് ഇഡ്ഡലിക്ക് വലിയ വൈറ്റ് കളറൊന്നും ഇല്ല. ബസ്മതി റൈസൊക്കെ ആണെങ്കിൽ നല്ല വൈറ്റ് കളറിലിരിക്കും ഇഡ്ഡലി. അപ്പം എല്ലാവരും ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തതിന് ഒരു അടിപൊളി വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.